ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ചെറിയ ചാള കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പീര വയ്ക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണിത്. തേങ്ങയുണ്ട്, ഇതാണ് ചാള. അതെല്ലാം കൂടി കാണിച്ച ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അതെല്ലാം കൂടെ തേങ്ങയും ഉള്ളി, പച്ചമുളകിന് പകരമാണ് ഞാൻ കാന്താരി മുളക് എടുത്തത്. കാന്താരി മുളകും കരിവേപ്പിലയും ഇഞ്ചിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ച്, കുറച്ച് മഞ്ഞളും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. എന്നിട്ട് ചാള ചട്ടിക്കകത്തേക്ക് ഇട്ടിട്ട് കുടംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് ആ കുടംപുളി ഉപ്പും മഞ്ഞളും ചാളയും അതിൻ്റെ കൂട്ടത്തിൽ കരിവേപ്പിലയും ഈ കുടംപുളിയും എല്ലാം കൂടി കൂട്ടി ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് തന്നെ തിരുമ്മിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ആ ചട്ടി തീ കത്തിക്കാം, ഗ്യാസ് കത്തിക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ, അപ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും. എന്നിട്ട് 1-2 ഇളക്കി കൊടുക്കണം. ചാള പൊടിയും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് അതിൻ്റെ ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കരിവേപ്പിലയും കൂടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതോടുകൂടി അതിൻ്റെ പരിപാടി തീർന്നു. ബാക്കിയുള്ള കുറച്ച് ചാള ഞാനത് വറുത്തെടുത്തിട്ടുണ്ട്. ഈ ചെറിയ ചാള നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല സ്വാദാണ് അത് കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെയാണേലും കപ്പയുടെ കൂടെയാണേലും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.